കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളടക്കം വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു പച്ചക്കള്ളമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ചെവിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ രഹസ്യം പറഞ്ഞു എന്നൊക്കെയാണല്ലോ KPCC അധ്യക്ഷൻ മുതൽ UDF കൺവീനർ വരെയുള്ള ആളുകൾ ഏറ്റെടുത്ത് നാട്ടിലെ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അസത്യമാണെന്ന്, പച്ചക്കള്ളമാണെന്ന് പിന്നീട് ചിത്രങ്ങൾ വന്നപ്പോൾ തെളിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ആ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഭീമ ഗോൾഡ് നൽകിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റത്തിന്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്ക് പോകാം. ഈ ദൃശ്യങ്ങളിൽ ഒരിടത്തും മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ ഒരു ഫോട്ടോ സെഷനുണ്ട്, അതിലെല്ലാവരും ഉണ്ട്. അതിൽ മട്ടന്നൂർ അടക്കമുള്ള എല്ലാ ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു. വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. മുഖ്യമന്ത്രി ആ കാറിൽ കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരിടത്തും ആ ദൃശ്യം, അതായത് മുഖ്യമന്ത്രിയോട് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്ന ദൃശ്യങ്ങളില്ല. ഇതാ താക്കോൽ ദാനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ താക്കോൽ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ താക്കോൽ ഭീമ ഗോൾഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അത് നൽകുന്നു. ആ താക്കോൽ മുഖ്യമന്ത്രി അവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ താക്കോൽ ദാനം നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നോക്കൂ, ഈ ദൃശ്യങ്ങളിൽ ഒരിടത്തും മുഖ്യമന്ത്രിയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ സംസാരിക്കുന്നില്ല, കൈ കൊടുക്കുന്നത് പോലുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാർ ഈ പച്ചക്കള്ളം നമ്മളോട് പറയുന്നത്? അവർ പ്രചരിപ്പിച്ച ആ ചിത്രം അപ്പോൾ അത് വ്യാജമായി നിർമ്മിച്ചതാണ്, അത് എഡിറ്റഡ് ഫോട്ടോയാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത്? മുഖ്യമന്ത്രിയോട് സംസാരിച്ചില്ലേ എന്നതായിരുന്നില്ലേ ചോദ്യം? മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സംസാരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നില്ലേ N. സുബ്രഹ്മണ്യൻ, കോൺഗ്രസിന്റെ നേതാവ്, പങ്കുവച്ചത്? അപ്പോൾ അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുകയല്ലേ? ഈ നാടിനോട് മുഴുവൻ പച്ചക്കള്ളം പറയുകയായിരുന്നു കോൺഗ്രസ്. എന്തിനാണ് കോൺഗ്രസ് ആ കള്ളം പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി അവരുടെ കൈകളിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെല്ലാം വലിയ തിരിച്ചടിയേറ്റ് നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മുഖം രക്ഷിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കണം. അതിനുവേണ്ടി അവർ പറഞ്ഞ പച്ചക്കള്ളം പൊളിയുകയാണ്. സത്യം അങ്ങനെയാണെന്നേ. അത് കുറെ കാലം മൂടിവെക്കാൻ പറ്റും, കുറച്ചു കാലം വളച്ചൊടിക്കാൻ പറ്റും, പക്ഷേ എക്കാലവും അതിനെ മൂടിവെക്കാൻ കഴിയില്ല. അത് എവിടെ ഒളിപ്പിച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാ ഇപ്പോൾ കമലേഷിനോടൊപ്പം ചേരുകയാണ്. കമലേഷ്, കോൺഗ്രസുകാർ ഈ നാട്ടിൽ പറഞ്ഞു നടന്ന പച്ചക്കള്ളം അപ്പാടെ പൊളിയുന്ന ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഈ ദൃശ്യങ്ങളിൽ ഒരിടത്തും നമ്മൾ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിക്കുന്നത് കാണുന്നതേയില്ല. ആ ചടങ്ങ് പൂർത്തിയാക്കി മുഖ്യമന്ത്രി കാറിൽ കയറി മടങ്ങുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനു, തീർച്ചയായും സ്വയം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ കോൺഗ്രസ് നേതാക്കൾ ആകെ മെനഞ്ഞുകൊണ്ടിരുന്ന ഒരു കള്ളക്കഥ അത് പൊളിയുകയാണ് എന്നുള്ളതാണ്. മറ്റെല്ലാ കള്ളക്കഥകളും പോലെ ഈ കഥയും പൊളിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. ഒരു തരത്തിലുമുള്ള ഒരു സ്വകാര്യമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിട്ടില്ല. ഒരു പൊതുപരിപാടി, അതും സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിൽ പരസ്യമായി നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടി. ആ പരിപാടി നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീമ ജ്വല്ലറി ശബരിമലയിലേക്ക് കേരള പോലീസിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു എമർജൻസി റെസ്ക്യൂ വെഹിക്കിളാണത്. അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഈ വാഹനം നൽകുന്ന ഭീമ ജ്വല്ലറിയുടെ ആളുകളുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. അതിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുണ്ട്, ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും ചേർന്നാണ് ഈ താക്കോൽ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. ആ താക്കോൽ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ആ ചടങ്ങ്. അതിനുശേഷം മുഖ്യമന്ത്രി നടന്നു പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ മുൻകൈയെടുത്ത് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി അവരുടെ കൂടെ നിൽക്കുന്നു. ഈ വിശിഷ്ട അതിഥികളെല്ലാം നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് മുഖ്യമന്ത്രിക്ക് നടന്നു പോകാനുള്ള വഴിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങനെ തോളിൽ തൊട്ട് ഇങ്ങനെ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി നടന്നു പോവുകയും ചെയ്യുകയാണ്. ആ ഫോട്ടോയാണ് ദുരുദ്ദേശപരമായി അത് മാറ്റി എഡിറ്റ് ചെയ്ത് AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചിരിക്കുകയും ചെവിയിൽ എന്തോ സ്വകാര്യം പറയുകയും ചെയ്യുന്നു എന്ന മട്ടിലേക്ക് അവതരിപ്പിച്ചത് കോൺഗ്രസ്. ആ കള്ളം പൊളിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല എല്ലാവരുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധമുണ്ട് സ്ഥാപിച്ചെടുക്കാനായിരുന്നു ആ ശ്രമം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയോട് പോയി സംസാരിച്ചത് അവരുടെ വസതിയിൽ വെച്ചാണ്, വസതിയിലെ മുറിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്, പൊതു ചടങ്ങാണ്. അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. സ്പോൺസറുടെ കൂട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു സ്വകാര്യ ഇടമല്ല, ഒരു സ്വകാര്യ സംഭാഷണമില്ല. മുഖ്യമന്ത്രിയും അയാളും തമ്മിൽ സംസാരിക്കുന്നതേ ഇല്ല. മുഖ്യമന്ത്രി ആ ചടങ്ങിന് ശേഷം കാറിൽ കയറി പോവുകയാണ്. പോകാൻ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. എല്ലാവരും കൂടി നിന്നുകൊണ്ട്, മട്ടന്നൂരും മറ്റാളുകളും ഒക്കെ കൂടി നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനപ്പുറം മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഈ രണ്ട് വിഷ്വൽസിനെ എങ്ങനെ താരതമ്യം ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നു?
യഥാർത്ഥത്തിൽ ഈ വലിയൊരു തെമ്മാടിത്തരമാണ് കോൺഗ്രസ്സുകാർ ചെയ്തു വച്ചിരിക്കുന്നത്. മനു, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ട് ദൃശ്യങ്ങൾ താരതമ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് താരതമ്യം ചെയ്താൽ അതിനകത്തൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അതിനും അപ്പുറത്തേക്ക് AI ഉപയോഗിച്ച് രണ്ടുപേരും ചിരിക്കുന്നതായും ചെവിയിൽ തലോടുന്നതായും സ്വകാര്യം പറയുന്നതായും ഒക്കെയുള്ള കള്ളച്ചിത്രം കൂടി ഉണ്ടാക്കിയത്. ഈ ചിത്രത്തിൽ സ്വാഭാവികമായും അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിട്ടാൽ ഒന്നും സംഭവിക്കില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു ചിത്രം മറ്റൊരു തരത്തിലേക്ക് മാറ്റി പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും വലിയ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ഒരു നേതാവിനെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ വീട്ടിലെത്തി നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ കെട്ടിക്കൊടുക്കുന്ന നിലയിലേക്ക്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ കടത്തുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഈ ജ്വല്ലറിയിലെ ഈ മറ്റൊരു പ്രതി കൂടിയായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെ ഈ കൊള്ള സംഘമാണ് ഒരുമിച്ച് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പോയി എന്നെങ്കിലും പറയാമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ ഗോവർദ്ധൻ ഉൾപ്പെടെ ഈ കള്ളന്മാരുൾപ്പെടെയാണ് ഇതിനകത്ത് ഒരുമിച്ച് നിന്ന് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ കമലേഷ് പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ ഒരിക്കലും സമീകരിക്കാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കള്ളം നിൽക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഈ AI ജനറേറ്ററായ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചത്. അത് പ്രചരിപ്പിക്കാനും അതിനെക്കുറിച്ച് കള്ളം പറയാനും മുന്നിൽ നിന്നത് ആരൊക്കെയാണ് കമലേഷ്? അത് പ്രധാനപ്പെട്ടതല്ലേ? കോൺഗ്രസിന്റെ ഏതെങ്കിലും സാധാരണക്കാരൻ അണിയാണോ? അതല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളുകളാണോ? അല്ലല്ലോ. UDF കൺവീനർ, KPCC അധ്യക്ഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളല്ലേ മുഖ്യമന്ത്രിയോട് ചെവിയിൽ സംസാരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്? എന്ത് ബോധ്യത്തിൻ്റെയും എന്ത് തെളിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലൊരു പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്? ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ ഇവരൊക്കെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തേണ്ടത്? ഈ പച്ചക്കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണോ KPCC അധ്യക്ഷനെയും UDF കൺവീനറുടെയും കൈമുതൽ എന്ന് പറയുന്നത്? ആ ചോദ്യം വരികയാണിപ്പോൾ. മനു, ഇക്കാര്യത്തിൽ ഒരു വിഷയം വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ഇത് അറിയാതെ പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇത് AI ജനറേറ്റഡ് ഫോട്ടോയാണ് എന്ന കാര്യത്തിൽ അവർക്ക് നല്ല സംശയമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. ഒരു 4 പേരെങ്കിലും അത് കണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ എന്ന മനോഗതിയോടുകൂടിയാണ് ഇക്കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ആ ചിത്രം കാണുമ്പോൾ തന്നെ അത് AI ആണ് എന്ന് വ്യക്തമാകും എന്നുള്ളതാണ്. അത് അറിയാത്തത് കൊണ്ടല്ല അത് പ്രചരിപ്പിച്ചത്, കരുതിക്കൂട്ടിയുള്ള പ്രചരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്.